മേധാവിയെ തിരഞ്ഞെടുത്തു. റവാഡ ചന്ദ്രശേഖറാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവി. ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുത്തത്. UPSC കൈമാറിയ 3 അംഗ പട്ടികയിൽ നിന്നായിരുന്നു നിയമനം. പട്ടികയിലെ രണ്ടാമനും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുമാണ് റവാഡ ചന്ദ്രശേഖർ. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കും. വൈകിട്ട് 3 മണിക്കാവും പുതിയ പോലീസ് മേധാവി ചുമതലയേൽക്കുക. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പരിഗണനയിലുണ്ടായിരുന്ന മറ്റു 2 പേർ. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് റവാഡ ചന്ദ്രശേഖർ. 1 വർഷം കൂടി സർവീസ് കാലാവധിയുള്ള റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള താൽപര്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്തെ റവാഡയുടെ ഇടപെടലിൽ CPIM-ന് അമർഷമുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ റവാഡ ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. നേരത്തെ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരടങ്ങുന്ന പട്ടികയാണ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ UPSCക്ക് നൽകിയത്. ഇതിൽ നിന്ന് 3 പേരെ ഉൾപ്പെടുത്തിയാണ് UPSC ചുരുക്കപ്പട്ടിക സർക്കാരിന് കൈമാറിയത്. സംസ്ഥാന പോലീസ് മേധാവിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്ന് MR അജിത് കുമാറിനെ ഒഴിവാക്കിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം നിരവധി ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ പൂരം കലക്കൽ ആരോപണമായിരുന്നു. സംഭവത്തിൽ അജിത് കുമാറിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിയുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തുവന്നത്. അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറിയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി എത്തിയ ADGP പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. MR അജിത് കുമാറിന്റെ DGP സ്ഥാനക്കയറ്റത്തിന് 7 ദിവസം മാത്രം ബാക്കി നൽകിയായിരുന്നു റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക്, നഗരം ഓൺലൈൻ.